ഗൈസ്, കുറേ നാളിന് ശേഷമാണ് ഗൈസ് ഞാൻ ഇങ്ങോട്ട് ഈ എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ ഒന്ന് വരുന്നത് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഗൈസ് ഈ ഒരു വണ്ടിയിലാണ് ഗൈസ് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇനി ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. എനിക്ക് നല്ല സന്തോഷമാണ് ഗൈസ്, വീട്ടിലോട്ട് പോകുന്നതിന് എനിക്ക് നല്ല സന്തോഷമാണ് ഗൈസ്. ബിക്കോസ് ഗൈസ് നമ്മൾ ഇത്രയും നാളായിട്ടും ഗൈസ് നമ്മൾ പോവാതെ ഇരുന്നിട്ട് ഗൈസ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് ഡ്യൂട്ടി ആയിരുന്നല്ലോ ഗൈസ്. ഇത് ഗൈസ് എൻ്റെ സ്വന്തം വണ്ടിയായിരുന്നു ഗൈസ്, എനിക്ക് ഓട്ടോ ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് വീട്ടിൻ്റെ അകത്തോട്ട് കയറാം. ഗൈസ് എന്തുവാ? എൻ്റെ അമ്മ ഗൈസ് അതാരാ? എന്റെ അമ്മ ഗൈസ് ഇവന്നായിട്ട് കൊട്ടുന്നേ. എന്റെ അമ്മ അയ്യോ ഗൈസ്, എന്റെ അമ്മ ഗൈസ് ആ വണ്ടിയൊക്കെ ഇറങ്ങുമായിരുന്നു ഗൈസ്. ഞാൻ ചെയ്യുന്നില്ല ഗൈസ്, ഇവന്മാർ തന്നെ ചെയ്യുന്നതാണെന്നാ ഗൈസ് തോന്നുന്നത്. എന്റെ അമ്മ ഗൈസ് ആ വണ്ടി കാണുന്നമ്മേ. അയ്യോ എന്റെ അമ്മച്ചിയെ ഗൈസ്, വണ്ടി സെമി പോലെ കിടക്കും. എൻ്റെ അമ്മ ഗൈസ് അവിടെ പിക്കപ്പ് ഗൈസ്. ഇവന്മാരെ നമുക്ക് അടിച്ചിടാം ഗൈസ്, നമുക്ക് അടിച്ചിടാം. നീ എന്തോ ചെയ്താലും എനിക്ക് കേട്ടില്ലടാ. ഗൈസ് നമുക്ക് ഇവന്മാരെ ഗൈസ് വണ്ടി കൊണ്ട് അങ്ങ് ഇടിച്ചിടാം ഗൈസ്. ഇടിച്ചിട്ടൊന്നും പറ്റുന്നില്ല. എൻ്റെ അമ്മ ഗൈസ്, ഞാനിവിടെ നോടട്ടെ ഗൈസ്. ഇവന്മാരേതോ ഭൂതങ്ങളെങ്ങാണ്ടോ ഗൈസ്. നമ്മളെ പ്രീസ്റ്റും ഇപ്പൊ ഗൈസ് ഇവിടെ ഇല്ല. വേഗം ഗൈസ് നമുക്ക് അയാളെങ്കിലും വിളിക്കായിരുന്നു. അപ്പൊ അയാളും ഇവിടെ ഇല്ല ഗൈസ്. ഇനിയിപ്പോ ഗൈസ് നമ്മൾ എന്തോ ചെയ്യും ഗൈസ്? എൻ്റെ അമ്മ ഗൈസ് ഇത് പണിയല്ല. അയ്യോ ഗൈസ് നമ്മൾ കടയ്ക്കകത്തൊക്കെ ഇടിച്ച് എൻ്റെ അമ്മ തെങ്ങിനകത്ത് പിടിച്ചു. ഇപ്പൊ എന്തുവാ പ്രശ്നം? എന്തുവാ മനസ്സിലാവാത്തത്? നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ഗൈസ്. നമ്മുടെ GTA 5 ഫ്രാങ്ക്ലിൻ്റെ സിറ്റിയിൽ ഉണ്ടാവുന്നതാണ് ഗൈസ്. അവൻ ഇങ്ങനെ എപ്പോഴും ഗോസ്റ്റും അതിൻ്റെ പുറമെ ഇങ്ങനെ അടി കൂടുന്ന ഒരുത്തനാണ് ഗൈസ് അവൻ. പക്ഷെ ഗൈസ് എനിക്ക് അങ്ങനെ ഇല്ലല്ലോ ഗൈസ്. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഇല്ലല്ലോ ഗൈസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. നമുക്ക് ട്രെയിൻ പിടിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകും ഗൈസ്. ഇപ്പോലെ ട്രെയിൻ വന്നാൽ മതിയായിരുന്നു. ഇപ്പോലെ ട്രെയിൻ വരുമോ എന്തോ ഗൈസ്. ഞാനെന്തായാലും ഇവിടെ നിർത്താൻ പോവാ ഗൈസ്. ട്രെയിൻ വരുന്നെങ്കിൽ വരട്ടെ. നല്ല രാത്രിയായി ഗൈസ്. ട്രെയിൻ എന്തായാലും ഇവിടെ വന്നു ഗൈസ്. എന്തുവാ ഗൈസ്? എനിക്കാണെങ്കിൽ അത് പേടിയാവുന്നു ഗൈസ്. ആ പ്രേതത്തിന്റെ പാട്ടൊക്കെ കേൾക്കുന്നു ഗൈസ്. എന്തോ ഗൈസ് ഇവിടെ പ്രശ്നം ഗൈസ്? എന്നാ ഗൈസ് ട്രെയിൻ ഓടിക്കുന്ന ആള് മരിച്ചു കിടക്കുന്നു ഗൈസ്. ഇതെന്തുവാ ഗൈസ്? എനിക്കെന്നാലും ട്രെയിൻ ഓടിക്കാൻ അറിയാം ഗൈസ്. ഞാൻ എന്തായാലും ഗൈസ് ട്രെയിൻ ഓടിച്ച് വേറെ ഏതൊരു സിറ്റിയിലോട്ട് പോകുമ്പോ എൻ്റെ അമ്മോ ഗൈസ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്? അവിടെ ഇന്നൊരാൾ ഗോസ്റ്റായി മാറി ഗൈസ്. എനിക്കത് ഇവിടെ നിന്ന് നല്ലോണം കാണാം ഗൈസ്. അയാൾ ഗോസ്റ്റായി മാറി ഗൈസ്. അവിടെ ഗൈസ് നമ്മുടെ സിറ്റി പ്രേതം പിടിച്ചു ഗൈസ്. എൻ്റെ അമ്മ ഗൈസ്, നമ്മുടെ സിറ്റി തീർന്നു ഗൈസ്. ഇനി ഇവിടുത്തെ പ്രേതബാധ്യതയൊന്നും ഒഴിയുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. ഗൈസ് ഇവിടെ എന്തൊക്കെയാണ് ഗൈസ് നടക്കുന്നത്? ഗോസ്റ്റിന്റെ പാട്ടൊക്കെ കേൾക്കുന്നു ഗൈസ്. ഈ ഇന്ത്യയിലായതുകൊണ്ട് ഗൈസ് ഇത് ഇന്ത്യൻ ഗോസ്റ്റിന്റെ പാട്ടൊക്കെയാണ് ഗൈസ് കേൾക്കുന്നത്. ഗൈസ് ഞാൻ എന്തായാലും പോവാ. അയ്യോ ഗൈസ്
ഗോയ്സ് നമ്മുടെ ട്രെയിനിൽ ബുഗാട്ടി ഇടിച്ച് പരത്തി ഗൈസ്. അയ്യോ ഗൈസ് നമുക്ക് അതിനൊന്നും സമയമില്ല ഗൈസ്. ഞാൻ എത്രയും പെട്ടെന്ന് പുതിയൊരു സിറ്റിയിൽ എത്തണം ഗൈസ്. അത് ഇനി നമുക്ക് പറ്റത്തുള്ളൂ. കാരണം ഗൈസ് ഇവിടെ മൊത്തം പ്രേതങ്ങളാണ് ഗൈസ്. ഇപ്പൊ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. മറ്റേ സിറ്റിന്നേ എനിക്ക് തോന്നുന്നു അവിടുന്ന് ആ പ്രേതങ്ങൾ എന്നെയാണെന്ന് ഒന്ന് ഫോളോ ചെയ്യുന്നത്. അവയിൽ ഞാൻ ട്രെയിൻ എടുത്ത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾക്കാരെല്ലാം പ്രേതമായി മാറി ഗൈസ്. എനിക്ക് തോന്നുന്നത് ആ പ്രേതങ്ങൾ എന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നതാണ് ഗൈസ്. ഗൈസ് ട്രെയിനിൻ്റെ ലൈറ്റൊന്നും വർക്ക് പോലും ഗൈസ്. ഞാൻ നമ്മുടെ രാജിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എടാ രാജേ, എടാ ഫ്രാങ്ക്ലിനെ, ഞാനിപ്പോൾ ഹെലികോപ്റ്ററിലാടാ. എടാ നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറേ ആൾക്കാരെ പ്ലെയിനിൽ ഹെലികോപ്റ്ററിലൊക്കെ ട്രെയിനിലൊക്കെ നാട് കടത്തുക. ഓഹോ എടാ ഞാനിപ്പോൾ ഒരു ട്രെയിനിലാ. എടാ നീയും ട്രെയിനിലാണോ? ആ എല്ലാരെയും വണ്ടിക്കകത്തൊക്കെ കയറ്റി നാട് കടത്തുക. ബ്രേക്ക് ആണെങ്കിൽ ഭയങ്കര സ്ലോ വർക്ക്, അത് നിൽക്കുന്നില്ല ഗൈസ്. നമുക്ക് ട്രെയിനിൽ നിന്ന് ചാടിയാലോ? വേണ്ട ഗൈസ്, അത് പണിയാ. എടാ പ്രശ്നം എന്തുവാ? ഞാൻ ആദ്യമായിട്ട് ഗോസ്റ്റിനെ കണ്ട എൻ്റെ വീട്ടിലാ. എടാ എനിക്ക് മനസ്സിലായടാ, നിന്റെ വീട്ടിൽ നിന്നാണ് ഗോസ്റ്റിൻ്റെ അലർച്ചയൊക്കെ കേട്ടത് ഗൈസ്. എന്തായാലും ഇവിടെ ബോംബൊക്കെ വെക്കട്ടെ ഗൈസ്. ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഗൈസ്. ഫ്രണ്ട് ക്യാബിനിലെ ബാക്കിൽ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ഫ്രണ്ടിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഗൈസ്. അപ്പം ഗൈസ് അവിടെ വേറെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഗൈസ് അവർ പൊട്ടിത്തെറിക്കട്ടെ ഗൈസ്. എന്തായാലും അവിടെ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഇപ്പം ഗൈസ് നമ്മൾ ഒരു അനദർ സിറ്റിയിലാണ് ഗൈസ്. ഇപ്പം നമ്മൾ നമ്മളെ സിറ്റിയല്ല ഗൈസ്. ഇനി ഇവിടെ നിന്നും ഗൈസ് നമ്മൾ അങ്ങോട്ടും ഇവിടെ പോകണം ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഇത്. നമ്മളിനി എങ്ങനെ രക്ഷപ്പെടാനാണ് ഗൈസ്. നമ്മുടെ സിറ്റിയുടെ കാര്യം തീർന്നു ഗൈസ്. നമ്മുടെ രാജിനെയും ഗൈസ് സോമനെയും അവൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഗൈസ് പറഞ്ഞത് ഗൈസ്. രാജിനെയും സോമനെയും സോമനെ പ്ലെയിനിലും രാജിനെ ഹെലികോപ്റ്ററിലുമാണ് കൊണ്ടുപോയെന്നാണ് ഗൈസ് കേട്ടത് ഗൈസ്. നമ്മുടെ വണ്ടികളെല്ലാം ഇപ്പോൾ ആ സിറ്റിയിലാണ് ഗൈസ് കിടക്കുന്നത് ഗൈസ്. ഞാൻ നല്ലോണം ജീവിക്കാമെന്ന് വിചാരിച്ചാണ് ഗൈസ് ആ സിറ്റിയിൽ ഗൈസ്. ഇതിപ്പോൾ എന്തൊരു കഷ്ടമാണ് ഗൈസ്. നമുക്ക് ശരിയില്ല ഗൈസ്. ഇനി ഞാൻ എന്തായാലും ഇവിടെ കിടക്കാൻ പോവാണ് ഗൈസ്, റോഡിൽ ഗൈസ്. എനിക്ക് ഒട്ടും വയ്യ ഗൈസ്. ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. ഞാൻ ഉറക്കം എന്ന് വെച്ചാൽ ന്യൂസൊക്കെ കണ്ടോണ്ടിരുന്നപ്പോൾ ഗൈസ് ഏതോ ഒരു ഫാമിലി ഗൈസ് ഇങ്ങോട്ട് വന്നതാണ് ഗൈസ്. ഞാനൊന്നും നോക്കില്ല ഗൈസ്. ഞാൻ അവരുടെ കാറ് കണ്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് വീണ് ഗൈസ്. എന്തൊരു അടിപൊളി ലംബോർഗിനിയാണ് ഗൈസ്. ഒരു അടിപൊളി ലംബോർഗിനി ടച്ചൊക്കെയാണ് ഗൈസ് കേട്ടോ ഗൈസ്. പുതിയ സിറ്റി ഡെവലപ്ഡ് ആണെന്നാണ് ഗൈസ് തോന്നുന്നത് ഗൈസ്. ഇവിടെ ആൾക്കാരൊക്കെയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നും ഒക്കെ ഒന്ന് നോക്കണം. അയ്യോ ഗൈസ്, ഈ സിറ്റി കൊള്ളാം കേട്ടോ. എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഗൈസ് ഇവിടെ നമുക്ക് വീടില്ല. അതാണ് ഗൈസ് നമ്മുടെ പ്രശ്നം ഗൈസ്. അപ്പം ഗൈസ് ഞാനിവിടെ ഗൈസ് ഇവിടെ ഒരു വീട് നമുക്കില്ല, പക്ഷേ അങ്ങ് ആ വഴിയിലൊരു വീടുണ്ട് ഗൈസ്, അതിൻ്റെ ഇടയ്ക്കോട്ട്. അപ്പം ഗൈസ് നമുക്ക് എന്നാലും അവിടെ പോയെന്ന് നോക്കാം ഗൈസ്. ഇവിടാണ് ഗൈസ് ആ വീടുള്ളത് ഗൈസ്. ആ വീടെന്തിയാ ഗൈസ്? ആ വീടെന്തിയാ ഗൈസ്? ഇന്നാൾ ഗൈസ് സിറ്റി വന്നപ്പോൾ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ചേട്ടാ പോടാ. ഇവന്മാർക്കൊന്നും വേറെ പണിയൊന്നുമില്ല. അടുത്ത സിറ്റിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് വന്നോളും. നിങ്ങളുടെ സിറ്റി പ്രശ്നമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സിറ്റി ഇരിക്കണം. എന്തിനാണ് ഞങ്ങളുടെ സിറ്റിയിലോട്ട് വരുന്നത്? താൻ പോടാ. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന വീടെന്തിയേ? ഇവരെ കൊണ്ടൊക്കെ കഷ്ടമാണല്ലോ. വേറെ സിറ്റിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് വന്നോളും ഓരോന്ന്. ആ വീടൊക്കെ പൊളിച്ചിട്ട് നാളുകളായി. അയ്യോ അവിടുത്തെ JTB ട്രക്കും അവിടെ തന്നെ കിടക്കും.
കഷ്ടമാണല്ലോ. എന്നാ ഈ സിറ്റിയിലുള്ള ഒരുത്തനും ജീവനോടിരിക്കണ്ട. ദാ നീയൊക്കെ പോളോ, ഞാനെ ജീവിക്കണം പോലും. അയ്യോ ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണേ. ഞാൻ ജീവിക്കണ്ട. ഇവന്മാർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ല. വല്ലോറേയും വീട് പൊളിക്കാൻ നടക്കുന്നു. ഇവനൊക്കെ ഇവനൊന്ന് ഈത്തോക്ക് പോയാ ഇത് വെച്ച് ഒരെണ്ണം കൊടുക്കണം. ഇവിടെ ഒരു കാറും വേണ്ട, ഇവിടെ ഒരു ബൈക്കും വേണ്ട. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ വീഡിയോ. എല്ലാം ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, പ്ലീസ് കമൻറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് പുതിയൊരു വീഡിയോ വേണം ഗൈസ്. അതിന് ഗൈസ് നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്താലേ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ എല്ലാവരെയും കൊന്ന് ഈ സിറ്റി നശിപ്പിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ ഇനി ഒരു വണ്ടിയും വേണ്ട. ഈ ട്രക്കോ ഈ JCBയോ ഈ കാറും ഇതൊന്നും വേണ്ട. ഗൈസ് എൻ്റെ കയ്യിൽ എത്ര തോക്കുണ്ട് ഞാൻ പറയാം. ഒന്നൊരു പിസ്റ്റലുണ്ട്, പിന്നൊരു AK-47 ഉണ്ട്, പിന്നൊരു ലോഞ്ചർ മിസൈലുണ്ട്, പിന്നൊരു മെഷീൻ ഗൺ ഉണ്ട്, പിന്നെ ഗൈസ് സ്നൈപ്പർ ഉണ്ട്. ഇവളുടെ അങ്ങ് ഹെഡ് ഷൂട്ട് അടിക്കാം ഗൈസ്. കറക്റ്റ് ഹെഡ് ഷൂട്ട് അടിച്ചിട്ടുണ്ട്. അവളുടെ കാര്യം അങ്ങനെ തീർത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് എൻ്റെ ഒരു ഇതുണ്ട്, സ്റ്റിക്കി ബോംബുണ്ട്. സ്റ്റിക്കി ബോംബ് നമ്മൾ എറിഞ്ഞിട്ട് ഗൈസ് എന്തായാലും പൊട്ടിച്ച അതാരാണ് ഗൈസ് നമ്മളെ വീഡിയോ വെക്കുന്നത്? നീ ഇതോടെ കീറി സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ. നമ്മളെ പോലീസ് പിടിച്ചു ഗൈസ്. എടാ അയ്യോ ഞാൻ ചത്തേ.